ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമാണോ? എന്നാ ചോദ്യമല്ലേ. അടുത്തിരിക്കുന്നവരെ നോക്കിക്കേ, സന്തോഷമുണ്ടോയെന്ന്. ഈ ടി വിയിലൂടെ അല്ലെങ്കിൽ ഈ ഓൺലൈനിലൂടെ നിങ്ങൾ ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് ഓർത്തേ, ഞാൻ എത്രമാത്രം സന്തോഷത്തോടെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. ഞാൻ സന്തോഷത്തോടെയാണോ അതോ സങ്കടത്തോടെയാണോ? ഒരിക്കൽ ഒരമ്മ ഒരു ഫോൺ വിളിച്ചിട്ട് അമ്മ പറഞ്ഞു, ബ്രദറെ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മോള് +2 പഠിക്കുന്നത്. അവൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ബോർഡ് എക്സാം അടുത്തപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര ടെൻഷൻ. പഠിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം വേണ്ട, ഉറക്കം ശരിയാകുന്നില്ല, ആകെ ടെൻഷൻ. അവൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രത്യേകം പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഏതാനും നാളുകൾ കഴിഞ്ഞ്, ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പം വീണ്ടും ഈ അമ്മ വിളിക്കുക, ബ്രദറെ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്തു പറ്റി? അവൾക്ക് വീണ്ടും ടെൻഷനാ. അപ്പം ഞാൻ ഓർത്ത്, പരീക്ഷ കഴിഞ്ഞല്ലോ, പിന്നെന്താ ടെൻഷൻ? അപ്പം അമ്മ പറയുകയാണ്, അവളുടെ ഇപ്പോഴത്തെ ടെൻഷൻ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് മേടിക്കാമായിരുന്നു. അത് തന്നെയല്ല, ഇനി ഫുൾ A+ എങ്ങാനും കിട്ടാതെ പോകുമോ, ഇതാണിപ്പോൾ അവളുടെ ടെൻഷൻ. അവൾ ആരോടും മിണ്ടുന്നില്ല, ഒരു സന്തോഷമില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പം ആ ഒരു കുട്ടിയുടെ കാര്യമാണ്. ആ ഒരു കുട്ടി ഇപ്പോൾ അന്നേരം നേരിട്ട ഒരു പ്രതിസന്ധി ആണെങ്കിലും, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പം ബോർഡ് എക്സാമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇത് നേരിടുന്ന കുട്ടികൾ മാത്രമല്ല, ഇന്ന് കുട്ടികളെക്കാൾ കൂടുതലും ടെൻഷൻ അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. ഇത് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അത് കഴിയുമ്പോൾ എന്താണ്? ഇന്നലെക്കുറിച്ചുള്ള ആകുലതകൾ. അപ്പോൾ എപ്പോഴും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്താൻ നമുക്ക് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഇന്നലെക്കുറിച്ചുള്ള ആകുലതകളുമാണ് നമ്മുടെ എല്ലാം. സന്തോഷമില്ലാത്തൊരവസ്ഥ, ആകുലതയും ഉത്കണ്ഠയും ഒക്കെ നിറഞ്ഞ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ലേ? അല്ലെങ്കിൽ ഇന്നലെക്കുറിച്ചുള്ള ആകുലതകൾ ഉണ്ടാകാറില്ലേ? കർത്താവ് എന്താ നമ്മളോട് പറയുന്നത്? കർത്താവ് നമ്മളോട് പറയുന്നില്ലേ വചനത്തിൽ? 1 തെസ്സലോനിക്ക 5:16 പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. കർത്താവിന് നമ്മളെ അറിയാൻ മേലാഞ്ഞിട്ടാണോ അങ്ങനെ കർത്താവ് പറയുന്നത്? കർത്താവ് പറയുക, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. 17 പറയുകയാണ്, 5:17 പറയുകയാണ്, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. 5:18 പറയുന്നു, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിൻ, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കർത്താവ് പറഞ്ഞാലും പിന്നെയും എൻ്റെ ഉള്ളിൽ നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അതുപോലെ തന്നെ ഇന്നലെക്കുറിച്ചുള്ള ആകുലതയുമാണ്. നമുക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് പറ്റും? അവിടുന്ന് നമ്മുടെ ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിനേക പ്രതിവിധി എന്ന് പറയുന്നത് കർത്താവിനെ ഭരമേൽപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടുന്ന് 1 പത്രോസ് 5:6 ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ, നിങ്ങളുടെ കാര്യങ്ങളിൽ
അവിടുന്ന് ശ്രദ്ധാലുവാണെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ ആകുലതകൾ അവിടുന്ന് വീണ്ടും വചനത്തിൽ പറയുന്നുണ്ട്. സങ്കീർത്തനം 94:19 എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ആകുലത ഉണ്ടാകുമ്പോൾ അത് കർത്താവിനെ ഏൽപ്പിക്കുമ്പം കർത്താവ് നമുക്ക് ആശ്വാസം തരും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കർത്താവിനെ നമ്മൾ ഏൽപ്പിക്കാതെ നമ്മളിതെല്ലാം ചുമന്നുകൊണ്ട് ഇങ്ങനെ ഏക്കാൻ മേലാതെ, നടക്കാൻ മേലാതെ നമ്മളിങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നാൽ ഈ നമ്മുടെ ഈ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചാലോ, ഇത് മുഴുവൻ കർത്താവിനെ ഏൽപ്പിച്ചാൽ നമുക്കിങ്ങനെ വളരെ സന്തോഷത്തോടെ ലാലാല പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കാം. കർത്താവ് ഇതെല്ലാം ചുമന്നോളും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കാതെ നമ്മുടെ ഈ ആകുലതകളും ഉത്കണ്ഠകളും ഒന്നും നമ്മളെ വിട്ടുമാറുകയില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുക. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. അവിടുന്ന് സങ്കീർത്തനം 198:13 ഇപ്രകാരം പറയുന്നു: ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് ഈ വചനം ഒന്നായിട്ട് പറയാം. സങ്കീർത്തനം 108:13 ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇനിയും ഒരിക്കലും നമ്മൾ ആകുലത കൊണ്ടോ ഉത്കണ്ഠ കൊണ്ടോ നമ്മൾ വിഷമിക്കരുത്. നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. 1000ങ്ങളും 10,000ങ്ങളും നമ്മുടെ മുൻപിൽ വീണേക്കാം. എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവർ 1000ങ്ങളും 10,000ങ്ങളും വീണാലും അവൻ കർത്താവിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ദൈവമായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്കൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇനിയും ഉത്കണ്ഠതയോടെയും ആകുലതയോടെയും ജീവിതം മുന്നോട്ട് ജീവിച്ചു തീർക്കാനുള്ളവരല്ല. നമുക്ക് ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പം നമ്മൾ എന്തിനു വിഷമിക്കണം? നമ്മൾ എന്തിനു ഉത്കണ്ഠപ്പെടണം? നമ്മൾ എന്തിനു ആകുലപ്പെടണം? നമുക്ക് ആകുലപ്പെടാൻ നമ്മൾ നോക്കിയാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്കണ്ഠപ്പെടാൻ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിലേക്ക് നോക്കുക. ആ കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ഒരു നിമിഷം കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒന്ന് സ്തുതിക്കാമോ? നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവേ, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവേ, എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ ആ കർത്താവിൽ ഞാൻ ആശ്രയിക്കും. ഇനി ഒരിക്കലും ഞാൻ നിരാശപ്പെടുകയില്ല. ഇനി ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതം ആകുലത കൊണ്ടോ ഉത്കണ്ഠ കൊണ്ടോ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞാലും ഞാൻ ഒരിക്കലും അതിൽ നിൽക്കുകയില്ല. പകരം ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. എൻ്റെ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കും. നമുക്ക് കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഒരിക്കലും ഇനിയും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1000 വീണാലും 1000 വീണാലും 10,000 വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ കരങ്ങളടിച്ച് നമുക്ക് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് 1000 വീണാലും 10,000 വീണാലും ഞാൻ ഇനിയും വീഴുകയില്ല. എന്നെ കാത്തുകൊള്ളാൻ ദൈവദൂതന്മാർ എൻ്റെ കർത്താവ് അണിനിരത്തിയിട്ട് എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ കരങ്ങളടിച്ച് ഇനി ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ വിഷമിക്കരുത്, നമ്മൾ ദുഃഖിക്കരുത്. പ്രതിസന്ധികളും രോഗങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം.
എന്നാലും എനിക്ക് ആശ്രയിക്കാൻ എൻ്റെ കർത്താവ് ഉള്ളിടത്തോളം കാലം ഞാൻ ഇനി ഒരിക്കലും പതറുകയില്ല, ഞാൻ ഇനി ഒരിക്കലും നിരാശപ്പെടുകയില്ല. എന്തു തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായാലും, നഷ്ടങ്ങളും വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും ഏതു തരത്തിലുള്ള പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിലുണ്ടായാലും ഞാൻ ഇനിയും പതറുകയില്ല, നിരാശപ്പെടുകയില്ല. കാരണം ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും. ആ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. നമുക്ക് കാര്യങ്ങൾ അടിച്ച് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് പാടാം. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ആ കർത്താവിനെല്ലാം മഹത്വം കൊടുത്തുകൊണ്ട് നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ നയിക്കുന്ന നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വം കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. എൻ്റെ എല്ലാ നിരാശകളും വിട്ടുമാറട്ടെ, എൻ്റെ എല്ലാ ആകുലതകളും വിട്ടുമാറട്ടെ, എൻ്റെ എല്ലാ ഉത്കണ്ഠകളും വിട്ടുമാറട്ടെ. ഒന്നിനെ കുറിച്ച് ഞാൻ ഇനി ഭയപ്പെടുകയില്ല. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പാടാം. ആയുധങ്ങൾ ഇനി ഒരിക്കലും എന്നെ ഫലിക്കുകയില്ല, ഒരു തോൽവിയും വരികയില്ല. കാരണം എന്നെ ശക്തനാക്കാൻ, എന്നെ ശക്തനായി മാറ്റിടുവാൻ ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലം എൻ്റെ ഉള്ളിലുള്ളതാ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലം എൻ്റെ ഉള്ളിലുള്ളതാ. അസാധ്യമായി ഒന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, കരങ്ങളെല്ലാം ഒന്ന് പരസ്പരം ഒന്ന് കോർത്ത് പിടിക്കാമോ? കരങ്ങളെല്ലാം ഒന്ന് കോർത്ത് പിടിച്ചേ, കരങ്ങളെല്ലാം ഒന്ന് കോർത്ത് പിടിച്ചേ. നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം വിട്ടുമാറിയിട്ട് നമ്മൾ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്കൊന്ന് പാടിയാലോ? പഠിക്കേ. എല്ലാം നിരാശ നന്നായിട്ട്. സന്തോഷത്തോടെ ദൈവസ്നേഹം നിറയട്ടെ, ദൈവസ്നേഹം.
കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തിന്മയതൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. ബാധയതൊന്നും അടുക്കയില്ല, എൻ്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും വിശ്വസിക്കുക. തിന്മയതൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. ബാധയതൊന്നും അടുക്കയില്ല, എൻ്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ഹല്ലേലൂയ. യേശുനാമം, യേശുനാമം, യേശുനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. ശാലാലാബിയാ റബിയാ റബിയാ എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. നമുക്കൊരിക്കൽ കൂടി പറയാമോ? അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, ഈശോ പറയുന്നു. സർവശക്തനാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. സകലവും ഇന്നെനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വചനം നിങ്ങളോട് ഞാൻ പറയാം. അത് ഇങ്ങനെയാണ്: അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആരോടാ പറഞ്ഞത്? ഞാൻ എന്നോട് തന്നെ. എന്താ ഞാൻ പറഞ്ഞത്? എനിക്ക് ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖത്തിൻ്റെ കാരണം എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്. ദൈവത്തിന് ശക്തിയുണ്ട്. ആ ശക്തി എൻ്റെ മേൽ പ്രകടമായാൽ എൻ്റെ ദുഃഖങ്ങൾ മാറും. ഈ കാര്യം എനിക്ക് അറിയാം. പക്ഷെ ദൈവത്തിൻ്റെ ആ ശക്തി എൻ്റെ മേൽ പ്രകടമാകുന്നില്ല എന്നതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ഞാൻ ഈ വചനത്തെപ്പറ്റി കുറേ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പം നമ്മുടെ ദുഃഖത്തിൻ്റെ മേൽ, അഥവാ ദുഃഖിതരായ നമ്മുടെ മേൽ, നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ
നമ്മുടെ ദുഃഖം മാറും. ദുഃഖം മാറുന്നത് രണ്ട് വിധത്തിലാകാം. ഒന്ന്, നമുക്ക് ദുഃഖം തരുന്ന പ്രശ്നത്തിന് ദൈവം ഇടപെട്ട് ഒരു പരിഹാരമുണ്ടാക്കുക. ദുഃഖത്തിൻ്റെ കാരണത്തെ ദൈവം മാറ്റിക്കളയുക. അപ്പോൾ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല, ദുഃഖം മാറും. രണ്ട്, ദുഃഖത്തിൻ്റെ കാരണം നിലനിൽക്കുന്നുണ്ടെങ്കിലും ദൈവം മനസ്സിൽ ദുഃഖമില്ലാത്ത ഒരു മാനസിക അവസ്ഥ സൃഷ്ടിക്കുക. ദുഃഖത്തിൻ്റെ കാരണം ഇപ്പോഴുമുണ്ട്, ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് ദുഃഖം തോന്നുന്നില്ല. എനിക്ക് ദുഃഖം തോന്നാത്ത ഒരു മാനസിക ആത്മീയ അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരിക. ഇപ്പം രണ്ട് വിധത്തിൽ ദൈവം ഇടപെട്ട് ദുഃഖമില്ലാതാക്കാം. ഒന്ന്, ദുഃഖത്തിൻ്റെ കാരണങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട്. സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം അങ്ങനെയാണ്. ദുഃഖത്തിൻ്റെ കാരണങ്ങളെ മാറ്റിക്കളയുകയാണ്. അന്ധർക്ക് കാഴ്ച കൊടുത്തതും, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതും, അപ്പം വർദ്ധിപ്പിച്ചതും, വെള്ളം വീഞ്ഞാക്കിയതും, മരിച്ചവരെ ഉയർപ്പിച്ചതും ഒക്കെ അങ്ങനെയാണ്. ദുഃഖത്തിൻ്റെ കാരണങ്ങളെ മാറ്റിക്കൊടുത്തുകൊണ്ട് ദുഃഖിച്ചിരുന്നവരുടെ ഹൃദയത്തിലെ ദുഃഖാവസ്ഥ ഇല്ലാതാക്കി, അഥവാ അവരുടെ മനസ്സിൽ സന്തോഷം നിറച്ചു. രണ്ടാമത്തത്, ദുഃഖത്തിൻ്റെ കാരണം ചിലപ്പോൾ നിലനിൽക്കും, പക്ഷെ ആ ദുഃഖം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റും. പലപ്പോഴും അങ്ങനെയും ദൈവം ചെയ്യും. ഞാനീ ക്യാൻസർ രോഗവും അനുബന്ധ രോഗങ്ങളൊക്കെ പിടിപെട്ട് ഒരുപാട് ചികിത്സയിലൂടെയും മരുന്നിലൂടെയും ഒക്കെ പോയി ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നുകൊണ്ടിരുന്ന സമയത്ത്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, എനിക്ക് പണ്ടത്തേക്കാൾ സന്തോഷമായിപ്പോൾ. പണ്ട് എനിക്ക് കുറേ ആകുലതയും ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു ആകുലതയാണ്, ഒരു ദുഃഖമാണ്, ഒരു ഉത്കണ്ഠയാണ്, എൻ്റെ മുഖത്തൊരു മ്ലാനത ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ രോഗാവസ്ഥയിൽ കൂടി അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ കടന്നു പോകുമ്പോൾ ഇപ്പോൾ സത്യത്തിൽ എൻ്റെ ഉള്ളിൽ എനിക്കൊരു സന്തോഷമാണ്. എൻ്റെ മുഖത്ത് കുറച്ചുകൂടെ ഒരു പ്രസന്നത ഉണ്ടെന്ന് പലപ്പോഴും എന്നെ കാണുമ്പോൾ ആളുകൾ പറയാറുണ്ട്. അവിടെ ദുഃഖത്തിൻ്റെ കാരണം അവിടെ നിലനിൽക്കുക, പക്ഷെ ദുഃഖമില്ലാത്ത ഒരവസ്ഥയിൽ ദൈവം എന്നെ കൊണ്ട് എത്തിച്ചിരിക്കുക. ഇപ്പം ഇതുപോലെയാണ്, ഒന്നെങ്കിൽ ദുഃഖം മാറ്റാം, അല്ലെ ദുഃഖത്തിൻ്റെ കാരണം അവിടെ കിടന്നാലും ദുഃഖം ദൈവം എടുത്തു മാറ്റാം. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് വന്ന ഒരാളുടെ ഒരു അനുഭവം ഞാൻ പറയാം. ആ വ്യക്തിക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ല. കുമ്പസാരക്കൂട്ടിൽ ചെല്ലുന്ന നിമിഷം ആ ആളുടെ സംസാര ശക്തി നശിക്കും. കുമ്പസാരക്കൂട്ടിലെത്തിയാൽ പിന്നെ ആ വ്യക്തിക്ക് ഒരക്ഷരം മിണ്ടത്തില്ല. ഈ വ്യക്തി എൻ്റെ അടുത്തും കുമ്പസാരിക്കാൻ വന്നിട്ടുണ്ട്, അപ്പോഴും ഇതാ സ്ഥിതി, ഒരക്ഷരം മിണ്ടത്തില്ല. ഇപ്പോൾ ഇടവപ്പള്ളിയിൽ പോയി കുമ്പസാരിക്കാൻ പറ്റില്ല. ആളുകൾ കുമ്പസാരിക്കാൻ ലൈൻ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നിന്ന് കുമ്പസാരക്കൂട്ടി ഇട്ടുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാതെ വിഷമിക്കുക, ഏറ്റുപോരുക, ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ പലപ്പോഴും എൻ്റെ അടുത്ത് കുമ്പസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട്, അപ്പോഴും പറ്റുന്നില്ല. അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധജലം തളിക്കുമ്പോഴാണ് ഇയാൾക്ക് സംസാരശക്തി തിരിച്ചു കിട്ടുക. അപ്പോൾ കുമ്പസാരിക്കും. ഇത് തന്നെ എൻ്റെ അടുത്ത് സംഭവിച്ചു. എന്നോട് കൂടെ വന്ന ആൾ പറഞ്ഞു, അച്ഛാ, കുമ്പസാരിക്കാൻ വന്ന് മുട്ടുകുത്തുമ്പോൾ ആളുടെ സംസാരശക്തി നഷ്ടപ്പെടും. അച്ഛൻ പരിഭ്രമിക്കേണ്ട, ഒന്നും മിണ്ടണ്ട, ഒന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് വിശുദ്ധജലം തളിച്ചാൽ മതി, അപ്പോൾ ആൾ സംസാരിക്കാൻ തുടങ്ങും. ഞാൻ പരീക്ഷിച്ചു. എൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി, ആൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ പലരും ചോദിച്ചു, മിണ്ടത്തില്ല. എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ എഴുന്നേറ്റ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, വിശുദ്ധജലം അടുത്തുണ്ടായിരുന്നു, തളിച്ചു. അടുത്ത നിമിഷം ആൾ സംസാരിക്കാൻ തുടങ്ങി. ഇത് വളരെ കുറേ കാലമായിട്ടുള്ള അനുഭവമാണ്. ഈ വ്യക്തി അടുത്ത നാളുകളിൽ നമ്മുടെ വിളക്കന്നൂർ ദിവ്യകാരുണ്യ ഈശോ അത്ഭുതം നടന്ന പള്ളിയിൽ പോയി. ആ പള്ളിയിൽ പോയി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല.
ആൾ സ്വയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ ബോധം കെട്ട് വീണു, അബോധാവസ്ഥയിലായി. കുറേ നേരം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റു, ആ പ്രശ്നം തീർന്നു. ഇപ്പോൾ ആൾക്ക് കുമ്പസാരിക്കുന്നതിന് മുമ്പ് ആ തടസ്സമില്ല. അതിനുശേഷം എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നു, ഒരു തടസ്സവുമില്ല, സംസാരിക്കാൻ പറ്റും. അപ്പം ആ വ്യക്തിയിൽ ഒരു പൈശാചിക ബന്ധനമായിരുന്നു, പിശാചിൻ്റെ ആവാസമായിരുന്നു. കുമ്പസാരിക്കാൻ സമ്മതിക്കത്തില്ല. അത് ആ വ്യക്തിക്കും കുടുംബത്തിനും വലിയൊരു ദുഃഖമായിരുന്നു. ആ ദുഃഖത്തിൻ്റെ മേൽ കർത്താവിന് ശക്തി വിളക്കന്നൂർ വെച്ച് പ്രകടമായി. ആരും പ്രാർത്ഥിച്ചില്ല, തന്നെത്താൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ശക്തി ആ വ്യക്തിയുടെ മേൽ ഇറങ്ങി വന്നു. ആ പൈശാചിക ബന്ധനം വിട്ടുപോയി. അവർ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകുമ്പോൾ ദുഃഖം മാറും, ദുഃഖത്തിൻ്റെ കാരണങ്ങൾ മാറും. ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ട്. നമുക്ക് തന്നെ അനുഭവങ്ങളുണ്ട്. എന്ത്? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകുമ്പോൾ ഒന്നെങ്കിൽ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ കാരണം അവിടെ നിലനിന്നാൽ പോലും ദുഃഖമില്ലാത്ത ഒരു ആത്മീയ മാനസിക അവസ്ഥയിൽ നമ്മളെത്തുന്നു. മനസ്സിലൊരു സന്തോഷം നിറയുന്നു. ഒക്കെ കണ്ണുകളടയ്ക്കാം. നമ്മളെല്ലാവരുടെയും മനസ്സിൽ ദുഃഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് രഹസ്യമൊന്നുമല്ലത്. ദുഃഖമില്ലാത്ത ആരാ ഉള്ളത്? ആരുമില്ല. ദുഃഖത്തിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് രോഗമായിരിക്കാം, ഒരാൾക്ക് മറ്റൊന്നായിരിക്കാം, ഒരാൾക്ക് വേറൊന്നായിരിക്കാം, ഒരാൾക്ക് വേറൊന്നായിരിക്കാം. 100,000 കാരണങ്ങളാൽ നമ്മളുടെ മനസ്സിൽ ദുഃഖമുണ്ട്, ആകുലതയുണ്ട്, വിഷമമുണ്ട്, വേദനയുണ്ട്. ഈ ദുഃഖം വിട്ടുമാറാൻ വേണ്ടി, അഥവാ ഈ ദുഃഖത്തിൻ്റെ കാരണം മാറിപ്പോകാൻ വേണ്ടി എത്രയോ കാലമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെല്ലാം നേർച്ച കാഴ്ചകൾ ജപം ചെയ്തിട്ടുണ്ട്, നിയോഗം വെച്ച് ഉപവസിച്ചിട്ടുണ്ട്, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിയോഗം വെച്ച് തീർത്ഥാടനം പോയിട്ടുണ്ട്, നിയോഗം വെച്ച് ധ്യാനം കൂടിയിട്ടുണ്ട്, നിയോഗം വെച്ച് ഒരു പക്ഷേ നൈറ്റ് വിജിലിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ദുഃഖത്തിൻ്റെ കാരണം വിട്ടുപോകാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ ഒത്തിരി പേരുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ വിട്ടുപോയിട്ടുമുണ്ട്. നമ്മളിതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഹോളിലിരിക്കുന്നവരുടെ മാത്രമല്ല, വീടുകളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ പോലും ജീവിതത്തിൽ ദുഃഖങ്ങൾ വിട്ടുപോകുന്ന അനുഭവങ്ങൾ അവർ പറഞ്ഞ് നമ്മൾ അറിയാറുണ്ട്. അപ്പം ദുഃഖത്തിൻ്റെ കാരണങ്ങൾ വിട്ടുപോകുന്നുണ്ട്. എന്നാൽ അതേസമയം ദുഃഖത്തിൻ്റെ കാരണങ്ങൾ വിട്ടുപോകാത്തവരുമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, അത്യുന്നതൻ്റെ ശക്തി അവരുടെ മേൽ പ്രകടമായി, ഇവരുടെ മേൽ പ്രകടമായി, അവരുടെ മേൽ പ്രകടമായി. പക്ഷേ അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ പ്രകടമാകുന്നില്ല. അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ പ്രകടമായിട്ടില്ല. അതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ആ ശക്തി, അത്യുന്നതനായ നിൻ്റെ ആ ശക്തി ഇന്ന് എന്നെ ദുഃഖിപ്പിക്കുന്ന സർവ്വ കാര്യങ്ങളുടെ മേലും പ്രകടമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊരു 3-4 നിയോഗങ്ങൾ, അല്ല 4-5 നിയോഗങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു 4-5 നിയോഗങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ, ഏറ്റവും ആകുലത നിറയ്ക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഏറ്റവും സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ, ഏറ്റവും കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, 4-5 കാര്യങ്ങൾ ഓരോരുത്തരും വന്ന് ഈശോയ്ക്ക് സമർപ്പിക്കാമോ? എന്നിട്ട് പറയാം, കർത്താവേ, ഇതൊക്കെയാണ് എൻ്റെ ദുഃഖത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ. 100,000 കാര്യങ്ങളുടെ കർത്താവേ, എങ്കിലും ഈ 4-5 കാര്യങ്ങളാണ് എൻ്റെ ദുഃഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവേ, ഞാൻ നിരന്തരം നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേക വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്, ദാനധർമ്മം ചെയ്തിട്ടുണ്ട്, ധ്യാനം കൂടിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നൈറ്റ് വിജിൽ കൂടിയിട്ടുണ്ട്, മറ്റ് പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും കർത്താവേ, ഈ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ ഇന്നുവരെയും എന്നെ വിട്ടുപോയിട്ടില്ല. അതേ കർത്താവേ, ഈ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ ഇന്നുവരെയും എന്നെ വിട്ടുപോയിട്ടില്ല. അതെന്നെ വിട്ടുപോയിട്ടില്ല എന്നതാണ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അതാണ്. ഇവിടെ കർത്താവേ, ഈ നൈറ്റ് വിജിലിൻ്റെ സമയത്ത്
എൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങളിൽ അവിടുന്ന് ശക്തമായി ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൻ്റെ കാരണങ്ങളെ അവിടുന്ന് നീക്കിക്കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരുത്തരും സമർപ്പിക്കുന്ന അവരുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെ അവിടുന്ന് കാണണമേ. ആ കാരണങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അവിടുന്ന് അത്യുന്നതനാണ്, അവിടുന്ന് സർവശക്തനാണ്. അവിടുന്ന് മനസ്സ് വെച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഈ ദുഃഖത്തിന് പരിഹാരമുണ്ടാകും. അവിടുത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. സർവശക്തനാണെന്ന് അവിടുന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സാധിക്കാത്തതായി എന്തെങ്കിലുമുണ്ടോ എന്ന് അവിടുന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ലല്ലോ എന്ന് അവിടുന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ചോദിക്കുവിൻ ലഭിക്കുവിൻ, അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് നീ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് അവിടുന്ന് തന്നെയാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തത്. ആ കർത്താവായ യേശുവേ, സർവശക്തനായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, അവിടുത്തെ ശക്തി ഇന്ന് ഞങ്ങളുടെ മേൽ പ്രകടമാക്കണമേ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. മാറാ രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. കിഡ്നി രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. കരൾ രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. ത്വക്ക് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. പിശാചിൻ്റെ കെട്ടുകൾ തകർത്തുകൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. പഠിക്കാൻ ആവശ്യമായ കൃപ നൽകിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. തൊഴിലില്ലാത്തവർക്ക് ജോലി നൽകിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. കുടുംബ കലഹങ്ങൾ മാറ്റിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. ദമ്പതികളെ സ്നേഹത്തിൽ ഒന്നിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. വെറുപ്പിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. ക്ഷമിക്കുവാനുള്ള അഭിഷേകം നൽകിക്കൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. പൈശാചിക ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. എല്ലാ കർത്താവ് എല്ലാ കുടുംബങ്ങളുടെ മേലും രക്ഷ കടന്നു വരട്ടെ. എല്ലാ വ്യക്തികളുടെ മേലും അവിടുത്തെ കൃപ കടന്നു വരട്ടെ. അഭിഷേകം കടന്നു വരട്ടെ. ശക്തി കടന്നു വരട്ടെ. രക്ഷിക്കുവാനുള്ള കഴിവ് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ സ്തുതിക്കാം. അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിൽ അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടുത്തെ ശക്തി പ്രകടമാക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, രോഗപീഠകൾ വിട്ടുപോകട്ടെ, പൈശാചിക ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ, സാമ്പത്തിക തകർച്ച മാറിപ്പോട്ടെ, കുടുംബത്തിലെ ബന്ധനങ്ങൾ അഴിയട്ടെ, ദമ്പതികളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. പൈശാചിക ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. ഇവരെ അലട്ടുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ബന്ധിച്ച് ഈശോയുടെ കുരിശ് ചുവടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സകല സ്വാധീനങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളും ഭവനങ്ങളും വസ്തുവകളും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകട്ടെ. ദൈവത്തിൻ്റെ കൃപകരമാകട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യ പ്രകടമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ശക്തി പ്രകടമാക്കണമേ. ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടട്ടെ. രോഗശാന്തികൾ വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. അടയാളങ്ങൾ വെളിപ്പെടട്ടെ. സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. തിന്മകൾ വിട്ടുപോകട്ടെ. കർത്താവേ, സ്തോത്രം. ദൈവമേ, നന്ദി. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിലാശ്രയിച്ച നിന്റെ വേദനകൾ മാറിയിടും. കർത്താവിലാശ്രയിച്ച നിന്റെ വേദനകൾ മാറിയിടും. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. രണ്ട് കരങ്ങളെ ഉയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ. വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. 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 ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. 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 യേശുവൻ കൂടെയുള്ളതാ. എല്ലാം സാധ്യം. യേശു എൻ്റെ കൂടെയുള്ളതാ.